നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞങ്ങളായിട്ട് അടച്ചതുമല്ല. ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും കൂടി ഗൂഢാലോചന നടത്തി ഇവിടുത്തെ കളക്ടറെ അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അടപ്പിച്ചതാണത്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഡിസംബർ 20 വീണ്ടും തുറക്കാനായിട്ട് അതിൻ്റെ എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസംബർ 20 ഞങ്ങൾ അത് തുറക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ ഭക്ഷ്യസുരക്ഷ ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ അതിനേക്കാൾ കൂടിയൊരു പരിപാടി, അതായത് ലോയൽറ്റി കാർഡ്, അതാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ലോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ മാത്രമല്ല ഡിസ്കൗണ്ട് കിട്ടുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ, ഇപ്പോൾ TV, ഫ്രിഡ്ജ്, അല്ലെങ്കിൽ കട്ടില്, ഫർണിച്ചർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, പെയിന്റ്, അല്ലെങ്കിൽ സിമെന്റ്, കമ്പി. ഇനി അതുകൂടാതെ നമുക്കിപ്പോൾ ഏതെങ്കിലും ലാബുകളിൽ, അതായത് ടെസ്റ്റിംഗ് ലാബുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഈ ലോയൽറ്റി കാർഡ് ഉണ്ടെങ്കിൽ 25% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5000 രൂപ മുതൽ 10000 രൂപ വരെ നമുക്ക് ഒരു മാസം നമുക്ക് ബാക്കി വെക്കാൻ സാധിക്കും, ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല, അതിൽ ഈ പറയുന്ന മാതിരി ആർക്ക് വേണമെങ്കിലും, അതായത് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ എല്ലാ ആളുകൾക്കും ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും കൊടുക്കാമെന്നുള്ളതാണ്. ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ കുന്നത്തുനാടിൽ 6 മാസമെങ്കിലും ചുരുങ്ങിയത് വാടക വീട്ടിലായിക്കോട്ടെ താമസിച്ചിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒരു മാനദണ്ഡങ്ങളും അതിനകത്തില്ല. ഇപ്പം മെഡിക്കൽ സ്റ്റോർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറും ഇതുപോലെ തന്നെ അന്ന് അവർ പൂട്ടിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ കോടതിയെ സമീപിച്ചു, കോടതി അത് തുറക്കാൻ അനുവാദം തന്നു, ഞങ്ങൾ വീണ്ടും തുറന്നു. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഏതാണ്ട് 50% വരെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ബ്രാൻഡഡ് മെഡിസിനാണ് കൊടുക്കുന്നത്.